രാഹുൽ ഗാന്ധി ഇത് പുതുതായി നടത്തിയൊരു ആരോപണമല്ല. മഹാരാഷ്ട്ര ഇലക്ഷന് ശേഷം എല്ലാ കോൺഗ്രസും മറ്റു ഓപ്പോസിഷൻ പാർട്ടീസ്, അതായത് ഉദ്ധവ് ഠാക്കറെയുടെ പാർട്ടി ഉൾപ്പെടെ എല്ലാവരും തന്നെ ഇത് കുറെ മാസങ്ങളെ പറഞ്ഞു വരികയാണ് എന്തുകൊണ്ടാണ് പെട്ടെന്ന് വോട്ടർ പട്ടികയിൽ ഒരു ഇൻക്രീസ് ഉണ്ടായതെന്ന്. ഇതിന് കൃത്യമായ ഒരു മറുപടി ഇലക്ഷൻ കമ്മീഷൻ വന്നിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ ഈയിടെയായിട്ട് ഒരു മറുപടി മാത്രം കൊടുത്തിരിക്കുന്നത് എപ്പിക് നമ്പേഴ്സ്, അതായത് ഈ വോട്ടർ ഐ ഡിയിലുള്ള എപ്പിക് നമ്പേഴ്സ് പല ഭാഗത്തും ഡ്യൂപ്ലിക്കേറ്റഡ് ആയി എന്ന് തൃണമൂൽ കോൺഗ്രസ് ഒരു അലിഗേഷൻ മുന്നോട്ട് വെച്ചിരുന്നു. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്ന ഇലക്ഷൻ കമ്മീഷന്റെ ഒരു അനോണിമസ് കോട്ട് PTI പബ്ലിഷ് ചെയ്തത് ഇന്ത്യയിലെ പല ന്യൂസ് പേപ്പേഴ്സും ഈയിടെ പബ്ലിഷ് ചെയ്ത് ഞാൻ കണ്ടിരുന്നു. അതല്ലാതെ ഒരു ഔദ്യോഗികമായ റിയാക്ഷൻസ് പലപ്പോഴും ഇലക്ഷൻ കമ്മീഷന് വരാറില്ല. രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയെ കുറിച്ച് പറഞ്ഞത് എത്ര സത്യമാണെന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ അവിടുന്ന് റിപ്പോർട്ട് ചെയ്ത ഒരാളല്ല. പക്ഷെ സൗത്ത് ഇന്ത്യയിൽ, ഫോർ എക്സാമ്പിൾ കർണാടകത്തിൽ ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ ഞങ്ങൾ അന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 3 കോൺസ്റ്റിറ്റ്യുവൻസീസ്, ശിവാജി നഗർ, ചിക്പെട്ട്, മഹാദേവ്പുര, ഈ 3 കോൺസ്റ്റിറ്റ്യുവൻസിൽ ഇലക്ടോറൽ റോൾസ് റിവൈസ് ചെയ്യണം എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിടുകയുണ്ടായി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ കണ്ടുപിടിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു പ്രൈവറ്റ് ഏജൻസി, BJPയുമായി ബന്ധമുള്ള ഒരു പ്രൈവറ്റ് ഏജൻസി ഇവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ BBMP അവരുമായി ബന്ധപ്പെട്ട് ആളുകളുടെ വീട്ടിലേക്ക് പോയി അവരുടെ എല്ലാവിധ ഡീറ്റെയിൽസും ഇൻക്ലൂഡിങ് അവർക്ക് വോട്ട് ചെയ്യാൻ ആരോടാണ് താല്പര്യം എന്ന ഡീറ്റെയിൽസ് എഴുതിയെടുക്കുമായിരുന്നു. അതേസമയം തന്നെ ഒരു കൂട്ടം BJPയിലെ ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ശിവാജി നഗർ എന്ന് പറയുന്ന ബാംഗ്ലൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 26,000 ഫേക്ക് വോട്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് ഫോം 7 പോലും ഫില്ല് ചെയ്യാതെ, അതായത് ഫോം 7 ആണ് ഡിലീഷന് വേണ്ടി ഫില്ല് ചെയ്യേണ്ട ഫോം, അതുപോലും ഫില്ല് ചെയ്യാതെ ഇലക്ഷൻ കമ്മീഷൻ ഒരു കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ്. 26,000 ഫേക്ക് വോട്ടേഴ്സ് ആണ് ശിവാജി നഗറിലുള്ളത്, അവരെ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പൊ ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോൾ അന്ന് ഈ 3 കോൺസ്റ്റിറ്റ്യുവൻസിലും ഇലക്ടറൽ റോൾസ് റിവൈസ് ചെയ്യണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു. തീർച്ചയായും പലയിടങ്ങളിലും പ്രശ്നം നടക്കുന്നുണ്ട്. എത്രയോ റിപ്പോർട്ടിംഗ്, ഇപ്പൊ സ്ക്രോൾ അല്ലെങ്കിൽ ന്യൂസ് ലോണ്ടറി, ദ വയർ, ഇവരെല്ലാവരും ചെയ്ത ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. പല കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്നും ഒന്നുകിൽ ഫേക്ക് വോട്ടേഴ്സിന്റെ എണ്ണം പെട്ടെന്ന് കൂടുന്ന കോൺസ്റ്റിറ്റ്യുവൻസീസ്, അല്ലെങ്കിൽ ഒരുപാട് ദളിത് മുസ്ലിം വോട്ടേഴ്സിനെ ഡിലീറ്റ് ചെയ്യപ്പെട്ട കോൺസ്റ്റിറ്റ്യുവൻസികൾ, ഇങ്ങനെ പലപ്പോഴായി നമ്മൾ പല പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നിനും തന്നെ ഒരു കൃത്യമായ ഉത്തരം കിട്ടാറേ ഇല്ല. നമ്മൾ എപ്പോഴും ഇലക്ഷന് ശേഷം EVMസിന് എന്തോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മിക്കവാറും ഒരുവിധം അറ്റൻഷൻ അതിനാണ് പോകുന്നത്. പക്ഷെ നമ്മൾ പറയുന്നത് EVMത്തിനെ കുറിച്ചല്ല. ഒരു ഇലക്ഷൻ പ്രോസസ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇലക്ടോറൽ റോൾസ് ആണ്. ഈ ഇലക്ടോറൽ റോൾസ് കൃത്യമായി അതിനെ ശരിക്കും ഇമ്പാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. എന്നാൽ പോലും അതിനെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഒരിക്കലും സംസാരിക്കുന്നേയില്ല. അവരും എപ്പോഴും EVMനെ കുറിച്ചും VVPAറ്റിനെ കുറിച്ചും മാത്രമേ സംസാരിക്കുന്നുള്ളൂ.